ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ആക്ച്വലി വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും എടുത്തല്ല, ചുമ്മാ ജസ്റ്റ് മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഗാലറിക്കകത്ത് ഇങ്ങനെ ഒരു കണ്ടിന്യൂവേഷനിൽ കിടക്കുന്ന ഈ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വ്ളോഗ് ആക്കിയിട്ടേക്കാം. ഒരു രസമല്ലേ ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ എടുത്ത് കാണുമ്പം നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. ഇത് ആദിക്കുട്ടിന് ഒരു ഗിഫ്റ്റ്, ഒന്നല്ല 2 ഗിഫ്റ്റ് അവന് സർപ്രൈസായിട്ട് കൊടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പുറത്ത് നേരെ തിരിച്ച് പോട്ടെ. ആഹാ, ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. ടയറ് ലൈറ്റ് കത്തുന്നു. ഇഷ്ടപ്പെട്ടോ? അടിപൊളി സാധനല്ലേ? ഇപ്പുറത്തെ ലെഗ് തിരിച്ച് എന്താ പറയാ, അല്ല ഏട്ടാ, അങ്ങനെയാന്ന് തോന്നുന്നു കേട്ടോ. ആ, ഇനി നോക്കണോ അതെങ്ങനെയാന്ന്. പോട്ടെ, റൈറ്റിലോട്ട് പോയേ, ഇങ്ങോട്ട് പോ, കിച്ചണിലോട്ട് പോ. അത് ബ്രേക്ക്. ഇത് ഉരുട്ടി വെച്ച് നിക്ക് നിക്കടാ. മാറിക്കാൻ മോനെ. ആദ്യക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആദ്യ ഫസ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ പതുക്കെ രണ്ടാമത്തെ ബോക്സ് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ പടവും പേരും എല്ലാം ഉണ്ട്. അപ്പോഴേ ആദ്യക്ക് മനസ്സിലായി ആദ്യക്കുള്ളതാണെന്ന്. സ്വിങ് കാർ എന്നാണ് കേട്ടോ അത് എഴുതിയിരിക്കുന്നത്. ഇത് ആക്ച്വലി ഞങ്ങൾ അബുദാബിയിൽ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ടോയ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്ര വേണ്ട ആ ഷേപ്പൊക്കെ എനിക്ക് അങ്ങോട്ടൊരു ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യം ഇത് വേണ്ടാന്ന് പറഞ്ഞിരുന്ന സംഭവം. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഇവൻ നന്നായിട്ടത് ഓടിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് ആണ്, പക്ക സ്റ്റിയറിംഗ് ആണ് നമ്മുടെ. അപ്പോൾ നന്നായിട്ട് സ്റ്റിയറിങ് അവൻ നല്ല രസമുണ്ട്. അവന് നമ്മുടെ ഈ ബസ് ഡ്രൈവേഴ്സ് ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അവന്മാരൊക്കെ ഇങ്ങനെ കറക്കി നമ്മളിങ്ങനെ സ്റ്റിയറിങ് എടുക്കത്തില്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര കൗതുകമാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ അത് നല്ല സ്റ്റൈലിഷായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അന്ന് വന്ന് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്കിത് ഓർഡർ ചെയ്യണം. ചേട്ടാ അപ്പം നീയല്ലേ ഇത് പണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഷേപ്പ് എന്തോ എനിക്കതൊരു ഷേപ്പിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അന്ന് അവൻ ഓടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അവനെ ഭാവിയിൽ ഒരു വലിയ ഡ്രൈവറാക്കി മാറ്റണമെന്നില്ല ആഗ്രഹം. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്കിത് വാങ്ങിക്കണേ. ചേട്ടനും ഭയങ്കര വണ്ടി ക്രേസും ഒരു വണ്ടി പ്രാന്തനാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പം പുള്ളിയുടെ ആഗ്രഹങ്ങളും ആദ്യക്കൂട്ടനിലൂടെ സാധിച്ചു കൊണ്ടുവരികയാണ്. പുള്ളിക്ക് ഇഷ്ടമുള്ള ടോയ്സ് എല്ലാം പുള്ളി ആദ്യയുടെ പേര് വാങ്ങിക്കും കേട്ടോ. അതാണ് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യക്കും കോളാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ആദിക്കുട്ടനെ നമ്മൾ സന്തോഷിപ്പിക്കുന്നത്. അല്ല, ഒരിക്കലും അല്ല. കണ്ണൻ ചേട്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് ഓരോ ടോയ്സ് വാങ്ങിക്കുമ്പോഴും. പുള്ളിയാണ് സന്തോഷിക്കുന്നത് കേട്ടോ കൂടുതൽ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കും ഞാൻ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ.
അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിയറിംഗ് ഉള്ള ടൈപ്പ്, ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്. PD ഉള്ളതുണ്ട്, ഹാഫ് സ്റ്റിയറിംഗ് ഉള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ഇതുള്ള സ്റ്റിയറിംഗ് ഉള്ളതാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഗിഫ്റ്റ്. രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ച് കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇത് രണ്ടും കൂടെ വന്നത് ഒരു ദിവസമായിപ്പോയി. കാരണം നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ഈ ഗ്രീൻ കളറിലെ സ്വിംഗ് കാറായിരുന്നു ആമസോണിൽ. അപ്പോൾ ഇവിടെ 1 day ആണ് ഡെലിവറി ടൈം വരുന്നത്. ഇപ്പോൾ ഇന്ന് ഓർഡർ ചെയ്താൽ ചിലപ്പോൾ നാളെ കിട്ടും, അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടും, അതിൽ കൂടുതൽ പോകത്തില്ല. അപ്പം നമ്മൾ ഇതാണ് ആദ്യം ഓർഡർ ചെയ്തിരുന്നത്. മറ്റേ നമുക്കിങ്ങനെ റംസാൻ്റെ ഓഫർ വന്നെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പോയി വാങ്ങിച്ചാണ് ആദ്യം കണ്ട സ്കൂട്ടർ. അപ്പോൾ അങ്ങനെയാണ് രണ്ടും ഒരു ദിവസം ആയത്. ആദ്യം ഭയങ്കര ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആദ്യക്ക് വിലയില്ലാത്ത പോലെ ആയിപ്പോയി കേട്ടോ. അതും ഇതും കൂടെ ഏത് ഓടിക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിപ്പോയി ആദ്യം. എന്നാലും അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവൻ ഹാപ്പി ആകുമ്പോഴാണ് ഇപ്പം നമ്മൾ ഹാപ്പി ആവുന്നത്. അതാണ് നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമ്മളുടെ ആ ഒരു വ്യത്യാസം വരുന്നത്. ഒരു പ്രായത്തിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴായിരുന്നു നമുക്ക് സന്തോഷം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അവൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷം. അതൊരു ഭയങ്കര ചേഞ്ചാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, എനിക്കാണെങ്കിൽ എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് വാങ്ങിച്ച് അമ്മ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ച് ഞാനിട്ട് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് ആ ഒരു ചിന്ത വരത്തില്ലല്ലോ. നമ്മളപ്പോൾ ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.